അപ്പോഴേ നമുക്കിന്നൊരു ചിക്കൻ നൂഡിൽസ് അങ്ങ് ഉണ്ടാക്കിയാലോ. ചിക്കൻ നൂഡിൽസ് എന്ന് പറയുന്നതിനേക്കാളും വെജിറ്റബിൾ നൂഡിൽസ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. കുറച്ചധികം വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചിക്കനെ അങ്ങ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കുക, അതിലോട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, കുറച്ച് സോയാ സോസ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. ഇനി എന്താ, ഒരു പാൻ എടുക്കുക, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, അതിലോട്ട് ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതേ പാനിലോട്ട് തന്നെ 2-3 മുട്ട എടുക്കുക, പൊട്ടിച്ചെടുക്കുക, കുറച്ച് ഉപ്പിടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക, അതിനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വയ്ക്കുക. മുട്ടയുടെ എണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ് റെഡി. ഇനി നമ്മളിവിടെ എടുക്കുന്നത് ഹക്ക നൂഡിൽസ് ആണ്. ഇതിപ്പോൾ വെജ് ഹക്ക നൂഡിൽസ് ആണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു ഹക്ക നൂഡിൽസ് അങ്ങ് എടുക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഹക്ക നൂഡിൽസ് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നൂഡിൽസ് കുക്കായിട്ടുണ്ട്, ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എല്ലാം നീളത്തിൽ തന്നെ ചോപ്പ് ചെയ്തിട്ടുണ്ട്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒരു പാൻ എടുക്കുക, അതിലോട്ട് സൺഫ്ലവർ ഒഴിക്കുക, ഒരു പച്ചമുളക്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്നത് നമ്മളുടെ ഇഷ്ടം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം, കൂടുതലെടുക്കാം, കുറവെടുക്കാം, ഇഷ്ടംപോലെ ചെയ്യാം. ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയിട്ട് 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് സോട്ട് ചെയ്യാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവണ്ട കേട്ടോ. എന്നിട്ട് എന്താ, ഇതിലോട്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, സ്ക്രാമ്പിൾഡ് എഗ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം നല്ല ഹൈയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായി. അപ്പോൾ എന്താ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ബൈ.